ഹലോ ഗായ്സ്, A4Bസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെയും ബാവക്കുട്ടൻ്റെയും അത്തയുടെ വീട്ടിലാണ്. നമ്മൾ കുളച്ചലിൽ നിന്ന് കാറിലാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് വന്നത്. ഏകദേശം ഒരു ഹാഫ് ഡേ മുഴുവൻ തന്നെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകിട്ടാണ് എത്തിയത്. വന്ന പാടെ തന്നെ നമ്മൾ ഫ്രഷ് ഔട്ടായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള അവരുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു പാർക്കോട് കൂടിയ ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് അവിടെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ്. നിറയെ ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. നമ്മളെ വാവക്കുട്ടനും അവരുടെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, അവന് പാർക്ക് ഒരു വീക്ക്നെസ്സാണ്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പാർക്കിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ. അവൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലും അവൻ മറന്നു പോകും. ആ രീതിയിലാണ് അവൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. പിന്നെ ഇപ്രാവശ്യം കൂട്ടിന് അത്തയുടെ മോളും ഉണ്ട്. അവളുടെ പേര് ദീക്ഷിത എന്നാണ്. നമ്മൾ ദീക്ഷിയമ്മ എന്ന് വിളിക്കും. അവളുടെ കൂടെ ചേർന്നിട്ടാണ് അവർ പാർക്കിൽ എൻജോയ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ രാത്രി സമയത്തുള്ള ആംബിയൻസ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്. മൊത്തത്തിൽ നല്ല വൈബായിരുന്നു അവിടെ. ഫുഡൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്നത് കൊണ്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം ബോറടിക്കാണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ചിലവഴിക്കാൻ പറ്റും. ഇത്രയും പാർക്കിംഗ് സെറ്റപ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേരെയൊക്കെ അവർക്ക് കളിച്ചും ചിരിച്ചും അവരുടെ കൂടെ നമുക്കും റിലാക്സ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാം. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തുകയും ചെയ്യും. ഏകദേശം രാത്രി ഒരു 12-1 മണി വരെയൊക്കെ ഈ കട ഓണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, പുറത്തും ഒരുപാട് ബലൂൺ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, മിന്നുന്നതും തിളങ്ങുന്നതുമായിട്ടുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം പിള്ളേർ ഇവിടെ ഒത്തിരി വരുന്നു എന്നുള്ളതാണ് പ്രധാന ആകർഷണം. പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഊഞ്ഞാലാണ്. നമുക്ക് ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ട് ഫുഡ് കഴിക്കാം. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്താ കുരങ്ങന്മാരെ പോലെ അവിടെയൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. നമ്മളെ ഉണ്ണിക്കുട്ടൻ വളരെയധികം സഹാനുഭൂതിയുള്ള ആളാണ്. അവൻ കളിച്ചുകൊണ്ടിരുന്ന ബാറ്റ് പിന്നെ വന്ന ഏതൊരു കുട്ടിക്ക് അവൻ വളരെയധികം സ്നേഹപൂർവ്വം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ദീക്ഷിത നമ്മുടെ വാവക്കുട്ടനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്, ഊഞ്ഞാലാടുന്നു. പിന്നെ എന്താ പറയേണ്ടത്, മൊത്തത്തിൽ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വന്ന പോലത്തെ ഒരു ഫീലല്ല ഞങ്ങൾക്ക് ആർക്കും ഉള്ളത്. നമ്മളിവിടെ പാർക്കിൽ വന്നതുപോലത്തെ ഒരു ഫീലാണ് ഉള്ളത്. ഇവിടുത്തെ ആ ഒരു ലൈറ്റപ്പും ആ ഒരു വാട്ടർ ഡാൻസും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അടുത്ത് ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു അടിപൊളി സാധനമാണ് ഈ ബിഗ് സ്ക്രീന്. അതിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഒരു സ്റ്റേജ് പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ കയറി നിന്ന് ഡാൻസ് ചെയ്യാം. ഉണ്ണിക്കുട്ടനാണെങ്കിൽ പിന്നെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനും ദേശീയമ്മയും കൂടി അവിടെ കയറിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. കൂടെ വേറെ ഏതൊരു കുട്ടിയുണ്ട്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ പിന്നെ എല്ലാവരും പെട്ടെന്നങ്ങ് കൂട്ടാവും കേട്ടോ. അപ്പം പെട്ടെന്ന് ഫ്രണ്ട്സിനെയൊക്കെ ഒപ്പിക്കുന്ന ഒരു ടൈപ്പാണ്. വാവക്കുട്ടനും നമ്മൾ തൊപ്പിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവന് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് കരയുന്നുണ്ട്. ഇപ്പം സ്റ്റേജിൽ കയറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ ഉണ്ണിക്കുട്ടനെയും ബാവക്കുട്ടനെയും നമ്മുടെ ദീക്ഷിയമ്മയൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.